കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷിനെയും അനിയന്മാരെയും സിഐയുടെ റൂമിലേക്ക് വിളിപ്പിച്ച് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. എടാ, ആ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ? നിനക്കവളെ കല്യാണം കഴിപ്പിച്ച് തരില്ല എന്ന് അവർ ആദ്യം മുതൽ വ്യക്തമായി പറയുന്നതല്ലേ? പിന്നെ എന്തിനാ നീ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിപ്പിച്ച് അവളോട് തെറ്റായി പെരുമാറിയത് എന്ന് സിഐ ചോദിക്കുമ്പോൾ, സാറേ, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷ് ചാടിക്കയറി, സാറേ, സത്യത്തിൽ ആ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നിന്നോടിപ്പോൾ ആരെങ്കിലും ചോദിച്ചോടാ എന്ന് ചോദിച്ചുകൊണ്ട് സിഐ അലറുന്നുണ്ട്. സുധീഷ് അത് കേട്ട് മിണ്ടാതിരിക്കുമ്പോഴേക്കും സാർ എന്ന് വിളിച്ച് നിധി അകത്തേക്ക് കയറി വരുന്നുണ്ട്. ആരാ, കയറി വാ എന്ന് പറഞ്ഞ് സിഐ അവളെ അകത്തേക്ക് വിളിപ്പിക്കാണ്. സാർ ഇവരെ കൊണ്ടുവരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് നിധി പറയുമ്പോൾ, കുട്ടിയുടെ ആരാ ഇവരെ എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. ഒരു നിമിഷം നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ, എന്താ ചോദിച്ചത് കേട്ടില്ലേ, ഇവരുടെ ആരാ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അത് സുധീഷിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ സുധീഷും ചിരിച്ച മുഖത്തോടെ സുഭാഷിനെ നോക്കാണ്. അത് പറയാതെന്താ ഇത്ര താമസം എന്ന് ചോദിച്ചുകൊണ്ട് സിഐ ആരാ സുധീഷ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാണ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവനെ പരിചയപ്പെടുത്താണ്. സാറേ, അവർ തന്ന പരാതി പച്ചക്കള്ളാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്. അങ്ങനെ തെറ്റായ ഒരു സംഭവവും അവിടെ നടന്നിട്ടില്ല. ഞങ്ങൾ ആരും വിളിച്ചിട്ടല്ല സുനന്ദ അങ്ങോട്ട് വന്നത്. സുനന്ദ എപ്പോഴും വരാറുണ്ട്, അതുപോലെ ഇന്നും വന്നു. അല്ലാതെ ഈ പരാതിയിൽ പറയുന്നത് പോലെ ഒന്നും അവിടെ ഇന്ന് സംഭവിച്ചിട്ടില്ല സാർ എന്ന് നിധി പറയുമ്പോൾ, നിങ്ങൾ പറയുന്നത് ഞാനിങ്ങനെ വിശ്വസിക്കും? പ്രത്യേകിച്ച് ആ കുട്ടി തന്ന പരാതി ഇവിടെ ഉള്ളപ്പോൾ ആ കുട്ടിയുടെ താല്പര്യത്തോടെയാണ് അങ്ങോട്ട് വന്നതെങ്കിൽ പിന്നെന്തിനിങ്ങനെ ഒരു പരാതി തരണം എന്ന് സിഐ ചോദിക്കുന്നുണ്ട്. ഞാനും ഒരു പെണ്ണല്ലേ സാർ? ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നു തോന്നുന്നുണ്ടോ? സർ പ്ലീസ് എന്ന് നിധി പറയുമ്പോൾ, ഇയാൾ പറയുന്നത് കേട്ട് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് സിഐ പറയുന്നുണ്ട്. ആ കുട്ടി നേരിട്ടല്ലല്ലോ പരാതി തന്നത്, അച്ഛനല്ലേ തന്നത്. ഞാൻ പറയുന്നത് സാറിന് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ അവളുടെ അച്ഛൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആ പെൺകുട്ടിയോടൊന്ന് ചോദിച്ചു നോക്കണം. അവൾ ഇങ്ങനെ ഒരു പരാതി തരില്ലെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. അവളുടെ അഭിപ്രായം കൂടി അറിയാതെ സാർ കേസെടുക്കാൻ ശ്രമിക്കരുത്. ആ പെൺകുട്ടി വന്ന് പറയട്ടെ സാർ, അവളെ സുഭാഷ് ഏട്ടൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന്. അങ്ങനെ അവൾ നേരിട്ട് പറഞ്ഞ അപ്പോൾ സാർ കേസെടുത്തോ എന്ന് നിധി പറയുമ്പോൾ, ഇപ്പോൾ അതുമാത്രമല്ലല്ലോ പ്രശ്നം, ഇവരെല്ലാവരും അവളുടെ വീട്ടിൽ കയറി അവരുടെ അച്ഛനെ ആക്രമിച്ചില്ലേ, ആ കേസ് ഇവർ സമ്മതിച്ചതുവാ എന്ന് സിഐ പറയുമ്പോൾ, അതിന് ആധാരമായിട്ടുള്ള കേസ് ആ പെൺകുട്ടിയെ അപമാനിച്ചു എന്നുള്ളതല്ലേ സാർ? അത് തെറ്റാണെന്ന് തെളിയുമ്പോൾ ഇതിന്റെ കാര്യവും സാറിന് മനസ്സിലാവും. സുനന്ദയാണ് എന്നും വീട്ടിലേക്ക് വരുന്നത്. അവൾ ഇവരുടെ അച്ഛൻ്റെ അനുജത്തിയുടെ മകളാ. കാലങ്ങളായി രണ്ട് കുടുംബങ്ങളും സംസാരിക്കാറില്ല. പക്ഷേ ആ കുട്ടി അതൊന്നും നോക്കാതെ എന്നും വീട്ടിലേക്ക് വരാറുണ്ട്. സുനന്ദയോടൊന്ന് ചോദിച്ചാൽ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് നിധി പറയുമ്പോൾ, മോളെ, നീ വീട്ടിലേക്ക് പോയിക്കോ, വെറുതെ ഇതിലൊന്നും ഇടപെടണ്ട എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനൊന്ന് സുനന്ദയുടെ നമ്പർ എനിക്ക് തന്നേ, ഞാൻ അവളോട് വിളിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് നിധി പറയുന്നുണ്ട്. എന്നിട്ട് സിഐയോടായി, സാർ ഞാൻ അവളോടൊന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം, അപ്പോൾ സാറിനെല്ലാം മനസ്സിലാവും എന്ന് നിധി പറയുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ നിന്ന് സുനന്ദയെ വിളിക്കുന്ന നിധിയെയാണ് കാണിക്കുന്നത്. ഹലോ സുനന്ദേ, ഞാൻ നിധിയ എന്ന് നിധി പറയുമ്പോഴേക്കും സുനന്ദ കരച്ചിൽ തുടങ്ങുന്നുണ്ട്. നീ ഈ കരച്ചിലൊന്ന് നിർത്ത്. സുഭാഷ് ഏട്ടനെയും അനിയന്മാരെയും പോലീസ് പിടിച്ചു കൊണ്ടുവന്നിരിക്കുക. കാര്യം ഇത്തിരി സീരിയസാ. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിന്നെ സുഭാഷ് ഏട്ടൻ അബ്യൂസ് ചെയ്തു എന്ന പേരിലാ കേസ് എടുത്തിരിക്കുന്നത് എന്ന് നിധി പറയുമ്പോഴേക്കും സുനന്ദ ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല നിധി, എനിക്കിവിടുന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് സുനന്ദയും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരെ 4 പേരെയും ജയിലിൽ അടച്ചോട്ടെ എന്നാണോ? ഇത് കാര്യം ഇത്തിരി സീരിയസാ. സുനന്ദ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് നിധി പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്യണമെന്നാ നിധി പറയുന്നേ എന്ന് സുനന്ദ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. സുനന്ദ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. അവിടെ എന്താ നടന്നത് എന്നുള്ള കാര്യം സിഐയുടെ മുന്നിൽ കൃത്യമായിട്ട് പറയണം. എന്നാലേ അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ എന്ന് നിധി പറയുമ്പോൾ, കേസ് കൊടുത്തത് അച്ഛനാ, എന്നെ അവർ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല നിധി എന്ന് സുനന്ദയും മറുപടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെയ്യാത്ത കുറ്റത്തിന് ഇവർ ജയിലിൽ കിടക്കണോ എന്ന് നിധി ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല നിധി എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ വന്ന് സിഐയോട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഇവിടെ എല്ലാവരും ഉണ്ട് നിധി, എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് കരച്ചിലോടെ സുനന്ദയും പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്, ഞാൻ സിഐയുടെ മുന്നിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാം, അപ്പോൾ സുനന്ദയ്ക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. നീ ആ സുഭാഷ് ഏട്ടനെ കാണാൻ വീട്ടിലേക്ക് വന്നത്. വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അതെല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. ഞാൻ വീഡിയോ കോൾ ചെയ്യാം എന്നും പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നിധി സിഐയുടെ റൂമിലേക്ക് വന്ന്, സർ, ഞാൻ അവളെ വിളിച്ചിരുന്നു. അവളെ വീട്ടിലെല്ലാവരും കൂടി പൂട്ടിയിട്ടിരിക്കുക. അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ അവളെ വീഡിയോ കോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ കാര്യങ്ങളൊക്കെ സാറിനോട് പറയും. എന്താ സർ, വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്.
ഇത് കേട്ട് CI മിണ്ടാതിരിക്കുന്നത് കണ്ട് സർ പ്ലീസ്, ഇത് അവളുടെ വീട്ടുകാർ ഫ്രെയിം ചെയ്ത കേസാ. ആ കുട്ടി സത്യങ്ങളെല്ലാം സാറിനോട് പറയും. സർ പ്ലീസ് ഒന്ന് വിളിച്ചോട്ടെ എന്ന് നിധി പറയുമ്പോൾ എങ്കിൽ ശരി വിളിച്ചോ, ഇനി ആ കുട്ടിക്ക് പറയാനുള്ളത് കൂടി കേട്ടേക്കാം എന്ന് സാറും സമ്മതിക്കുന്നുണ്ട്. നിധി ഫോൺ എടുത്ത് സുനന്ദയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. സുനന്ദയുടെ റൂമിൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് അവളുടെ അമ്മ റൂമിലേക്ക് കയറി വരുന്നത്. സുനന്ദ പെട്ടെന്ന് ഫോൺ എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. നിധി സർ ഫോൺ കട്ടായി. നിധി സർ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നത്. സുനന്ദ പെട്ടെന്ന് ഫോൺ ഒളിപ്പിക്കുമ്പോൾ ആരടി നിന്നെ വിളിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് അവളുടെ അമ്മ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. അവളുടെ അമ്മ ഫോൺ എടുത്തു നോക്കി, ഇവളെന്തിനാ നിന്നെ വിളിക്കുന്നേ? നിധിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം ചോദിക്കുന്നുണ്ട്. എന്തിനാടി ഇവള് നിന്നെ വിളിക്കുന്നേന്നല്ലേ ചോദിച്ചേ എന്ന് ലളിത ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് അമ്മയ്ക്കും അറിയാം, ഞാനല്ലേ അങ്ങോട്ട് പോയത്, പിന്നെന്തിനാ നിങ്ങളൊക്കെ ചേർന്ന് അങ്ങനെ ഒരു പരാതി കൊടുത്തേ? നിധി പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ, ഞാൻ സത്യങ്ങളെല്ലാം പറയാൻ പോവുക എന്ന് സുനന്ദ പറയുന്നത് കേട്ട് ഓഹോ, അപ്പൊ സത്യം പറയാൻ പോവുകയാണോ? നിന്നെ വളർത്തി മോശാക്കിയത് ഞാനാണെന്ന് ദേ ഇപ്പൊ നിന്റെ അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നിന്റെ അച്ഛൻ കൊടുത്ത പരാതി തെറ്റാണെന്ന് നീ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ പോവുകയാണോ? നീ ആരെയും വിളിക്കാൻ പോകുന്നില്ല, ആരോടും സത്യം പറയാനും പോകുന്നില്ല. അവനും അവന്റെ അനിയന്മാരും കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ. അവര് പുറത്തു വരുമ്പോഴേക്കും നിന്നെ കെട്ടിച്ചയക്കാനുള്ള വഴി ഞാൻ നോക്കുന്നുണ്ട്. ഫോൺ കയ്യിലുണ്ടെങ്കിലല്ലേ നീ ആരെങ്കിലും വിളിക്കൂ, നിനക്ക് ഞാൻ ഇനി ഫോൺ തരുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോവാൻ ഒരുങ്ങിയ ലളിത വീണ്ടും തിരിച്ചു വന്ന് ദേ ആ ചെറുക്കനും കൂട്ടർ ഇപ്പൊ വരും, വേഗം തയ്യാറായി ഇരുന്നില്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലിയൊടിക്കും കേട്ടോടി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. സുനന്ദയും സങ്കടം സഹിക്കാൻ വയ്യാതെ ആ മുറിയിലിരുന്ന് കരയുന്നുണ്ട്. സുനന്ദയെ വിളിച്ചു കിട്ടാതെ ആകെ ടെൻഷനായി നിൽക്കുന്ന നിധിയെ കണ്ട് CI എന്താ ഫോൺ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല സാർ, പക്ഷെ ഞാൻ ഇപ്പോൾ വിളിച്ചു വച്ചതേയുള്ളൂ. എന്നെ വിളിക്കുന്നത് കണ്ട് ആരെങ്കിലും ഫോൺ വാങ്ങി വച്ചതാവും സാർ. അവൾക്ക് അവരെ ധിക്കരിച്ച് ഒന്നും ചെയ്യാനാവില്ല. അവളൊരു പാവാണ് സാർ. സാർ എന്തായാലും ആ കുട്ടിയായിട്ടൊന്ന് സംസാരിക്കണം. സുഭാഷ് ചേട്ടൻ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവൾ തുറന്നു പറയും. അവളോട് സംസാരിച്ചാൽ സാറിന് സത്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. സുഭാഷ് ചേട്ടൻ അവളോട് തെറ്റായി പെരുമാറിയെന്ന് അവൾ പറഞ്ഞാൽ സാർ സുഭാഷ് ചേട്ടനെതിരെ കേസെടുത്തോ? ആ പരാതിയിൽ ഒപ്പിട്ടത് അവൾ തന്നെയാണോ എന്ന് സാർ ഒന്ന് അന്വേഷിക്കണം സാർ പ്ലീസ് എന്ന് നിധി പറയുമ്പോഴേക്കും CAയും എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. വീട്ടിലെ റൂമിലിരുന്ന് സുഭാഷിനെ കാണാൻ പോയതും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് സുനന്ദ. അപ്പോഴേക്കും അവളുടെ അമ്മയും ഒരു ജ്വല്ലറി ബോക്സുമായി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടി വട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മ ജ്വല്ലറി ബോക്സ് കട്ടിലേക്ക് ഇടുന്നുണ്ട്. ദേ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുങ്ങിയിരുന്നോളണം, അവരിപ്പോൾ വരും എന്നും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലായ CI നിധിയെയും കൂട്ടി സുനന്ദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീടിന്റെ മുറ്റത്ത് കാറിന്റെ സൗണ്ട് കേട്ട് സുനന്ദയുടെ അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് സർ, എന്ത് വേണം എന്ന് ധനയൻ ചോദിക്കുമ്പോഴേക്കും ലളിതയും നിധിയോടായി എന്താടി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സർ, ആ കുട്ടിയെ വിളിച്ച് സത്യങ്ങളൊക്കെ ചോദിക്കണം സാർ എന്ന് നിധി പറയുമ്പോഴേക്കും സാർ എന്താ സാർ കാര്യം എന്ന് ലളിതയും CIയോടായി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകളെ അവൻ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നായിരുന്നല്ലോ പരാതി. അവിടെ ഈ കുട്ടി ഉണ്ടായിരുന്നു, സംഭവമേ നടന്നിട്ടില്ല എന്നായി കുട്ടി പറയുന്നത്. നിങ്ങൾ ഏതായാലും നിങ്ങളുടെ മകളെ വിളിക്ക്, ആ കുട്ടിക്ക് പറയാനുള്ളത് കൂടി എനിക്കൊന്ന് കേൾക്കണം എന്ന് CI പറയുമ്പോഴേക്കും ഇവൾ പറയുന്നത് കേട്ടാണോ സാർ എൻ്റെ മകളെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നത്? ഇവളും ആ വീട്ടിലുള്ളതല്ലേ, അവിടെ അങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യം ഇവള് സമ്മതിക്കോ? ഇവളുടെ വാക്ക് കേട്ടിട്ടാണോ എൻ്റെ മോളെ ചോദ്യം ചെയ്യാൻ വന്നത്? എൻ്റെ മോളോട് ആ സുഭാഷ് എന്ന് പറഞ്ഞ വൃത്തികേട് കാണിച്ചതാ സാർ. പെൺകുട്ടി ഞങ്ങളുടേതല്ലേ, നാട്ടുകാരറിഞ്ഞാൽ പെൺകുട്ടിക്കല്ലേ മോശം. നാളെ ഒരാൾ എൻ്റെ മോളെ കല്യാണം ആലോചിച്ചു വന്നാൽ എൻ്റെ മോളെയല്ലേ എല്ലാവരും തെറ്റുകാരിയായി പറയുക. അതൊഴിവാക്കാൻ എൻ്റെ മോളോട് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുക തന്നെ വേണം സാർ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കും. കാലം ഒരുപാട് മാറിപ്പോയില്ലേ സാർ, പെൺകുട്ടികൾ ധൈര്യമായി നിയമത്തിന് മുന്നിൽ പരാതിപ്പെടാൻ തുടങ്ങി എന്ന് ലളിത പറയുമ്പോഴേക്കും ഈ സ്ത്രീ പറയുന്നത് പച്ചക്കള്ളാണ് സാർ എന്ന് CIയോടായി പറഞ്ഞുകൊണ്ട് ലളിതയോടായി നിങ്ങളെപ്പോലെ ഫേക്കായ ഒരാൾ മതി ജെന്യൂനായി പരാതി കൊടുക്കുന്ന എല്ലാ സ്ത്രീകളെയും കുറിച്ച് തെറ്റായി പറയാൻ എന്ന് നിധിയും പറയുന്നുണ്ട്. നിങ്ങളുടെ മകൾക്കെതിരെ ഇങ്ങനെയൊരു അതിക്രമം നടന്നു എന്ന പരാതിയിൽ ഞാൻ നടപടിയെടുത്തല്ലോ, അപ്പോഴാണ് നിങ്ങളെപ്പോലെ മറ്റൊരു പെൺകുട്ടിയും വന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്ന് പരാതി തരുന്നത്. അപ്പോൾ എനിക്ക് അതിലും ആക്ഷൻ എടുത്തല്ലേ പറ്റൂ. മാത്രമല്ല പണ്ടും നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഉപകരണമാവരുത് പോലീസ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പെൺകുട്ടിയെ വിളിക്ക്, അവളോടൊന്ന് സംസാരിക്കണം എന്ന് സർ പറയുമ്പോഴേക്കും ധനയൻ സാറേ അവളെ ഇന്ന് പെണ്ണ് കാണാൻ വരാനിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഡോ
നിങ്ങളുടെ പരാതിയിൽ 4 പേരെയാണ് ഞാൻ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവർ തെറ്റുകാരില്ലെന്ന് തെളിഞ്ഞാൽ അവരുടെ ഒരു ദിവസമല്ലേ വെറുതെ പോകുന്നത് എന്ന് CI പറയുമ്പോഴേക്കും ഗംഗാധരനും അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ വരുന്നുണ്ട്. നിർത്തടോ, നിങ്ങളായിട്ട് ആ പെൺകുട്ടിയെ പുറത്തേക്ക് വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവളെയും കൊണ്ടങ്ങ് പോകും. പിന്നെ പെണ്ണ് കാണാൻ വരുന്നവര് സ്റ്റേഷനിൽ വന്ന് കാണേണ്ടി വരും. അത് വേണോ എന്ന് CI ചോദിക്കുമ്പോഴേക്കും ലളിത കരച്ചിലോടെ, സാറേ, എൻ്റെ മോള് അപമാനിതയായി ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ ഇരിക്കുക. കരച്ചിലോട് കരച്ചില്ല. ആ മഹാഭാവി അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയോ? അവൾ ആകെ വിഷമിച്ചിരിക്കുക സാർ എന്ന് പറഞ്ഞുകൊണ്ട് ലളിത കരച്ചിൽ അഭിനയിക്കുമ്പോഴേക്കും, അതെ സാർ, അവൾ ആകെ ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് ധനിയനും വിഷമം അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾക്കിങ്ങനെയാണെങ്കിൽ അവൾക്ക് എങ്ങനെയായിരിക്കും സാർ? പെണ്ണ് കാണാൻ വരുന്നോണ്ട് ഒരുവിധം അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരുക്കിയിരുത്തിയിരിക്കുക. ഇനിയും അവളെ വിളിച്ച് വിഷമിപ്പിക്കല്ലേ സാർ എന്ന് ലളിത പറയുമ്പോഴേക്കും, ഇത്രയും ദൂരം വന്നിട്ട് അവളെ കാണാതെ പോയാൽ ശരിയാവില്ല സാർ, അവളെ എന്തായാലും വിളിപ്പിക്കണം എന്ന് നിധിയും പറയുന്നുണ്ട്. ഈ പെണ്ണ് ആർക്ക് വേണ്ടിയാണോ വക്കാലത്ത് പറയുന്നത്? അവരാണ് സാർ എല്ലാ തെറ്റും ചെയ്തത്. എൻ്റെ മോൾ ഒപ്പിട്ട് തന്ന പരാതി ഉണ്ടല്ലോ അല്ലേ, ഞങ്ങളാണ് ഇരയായത് സാർ. ഞങ്ങളുടെ പരാതിയല്ലേ ആദ്യം പരിഗണിക്കേണ്ടത്. ഞങ്ങൾ ആ പരാതിക്കാർ എന്ന് സുനന്ദയുടെ അമ്മ പറയുമ്പോഴേക്കും, സാർ, ഈ സ്ത്രീ പറയുന്നത് പച്ചക്കള്ളമാ. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായും പറയുന്നുണ്ട്. എൻ്റെ മോൾക്ക് നീതി കിട്ടണം സാർ, ഞാനതിന് എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് സുനന്ദയുടെ അമ്മ പറയുമ്പോൾ, ഞാനും സുനന്ദയും സംസാരിച്ചത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സാറിന് ഞാനതൊന്ന് കേൾപ്പിക്കാം സാർ എന്ന് നിധിയും പറയുന്നുണ്ട്. പറയുമ്പോൾ ഗംഗാധരനും, സാർ ഇത് വിശ്വസിക്കരുത്, ആരുടെയോ സൗണ്ട് റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ കുട്ടിയുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് CI ആ റെക്കോർഡ് ഓൺ ചെയ്യാൻ നിധിയോടായി പറയുന്നുണ്ട്. നിധി അത് ഓൺ ചെയ്യുമ്പോഴേക്കും സുനന്ദ, നിധി, സുഭാഷ് ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കും നിനക്കും അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടുകാരെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിധി. അമ്മയും അച്ഛനും മാമനും സുഭാഷ് ഏട്ടനെ കൊടുക്കുമെന്ന് ഉറപ്പിച്ച മട്ട എന്നെ അവരിവിടെ പിടിച്ചു വച്ചിരിക്കുക. എനിക്കവരെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല നിധി എന്ന് സുനന്ദ പറയുന്നത് കേട്ട്, ഇത് നിങ്ങളുടെ മകൾ പറഞ്ഞതല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് CIയും ചോദിക്കുന്നുണ്ട്. എടോ, പോയി ആ പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ട് വന്നേ എന്ന് CI പറയുമ്പോഴേക്കും, വേണ്ട സാർ, ഞാൻ പോയി വിളിച്ചോളാം എന്ന് പറഞ്ഞ് ലളിത സുനന്ദയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. എടി, ആ നിധി പോലീസുകാരെയും കൊണ്ട് വന്നിരിക്കുക. സുഭാഷ് തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് നീ പറഞ്ഞ ഓഡിയോ അവളുടെ കയ്യിലുണ്ട്. നിന്റെ അച്ഛൻ കൊടുത്ത പരാതിക്കെതിരെ നീ തെളിവ് കൊടുക്കുവോ? ആ CI അവിടെ നിൽപ്പുണ്ട്. അവരോട് നീ സത്യങ്ങളൊക്കെ പറയണം പോലും. ആ ഫോണിൽ കേട്ടതൊക്കെ സത്യാണെന്ന് പറഞ്ഞാൽ നിന്നെയും കൊന്ന് ഞാനും ചാവും. നിന്റെ അച്ഛൻ കൊടുത്ത പരാതി ശരിയാണെന്ന് പറഞ്ഞേക്കണം. ആ ഫോണിൽ കേൾക്കുന്ന ശബ്ദം നിന്റേതല്ലാന്നും പറഞ്ഞേക്കണം, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ലളിത സുനന്ദയെയും വലിച്ചു പുറത്തേക്ക് മോളാണോ സുനന്ദ എന്ന് CI ചോദിക്കുമ്പോൾ, അതേ എന്ന് സുനന്ദ തലയാട്ടുന്നുണ്ട്. എന്നോട് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ. സുഭാഷ് മോളോട് മോശമായി പെരുമാറിയോ? ഉവ്വ് അല്ലെങ്കിൽ അല്ല, ഏതെങ്കിലും ഒരു ഉത്തരം മാത്രം പറഞ്ഞാൽ മതി എന്ന് CI ചോദിക്കുമ്പോഴേക്കും സുനന്ദ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ സാറേ, എൻ്റെ മോൾ ആ ഷോക്കിൽ നിന്നും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല എന്ന് സുനന്ദയുടെ അമ്മ പറയുമ്പോഴേക്കും, സുനന്ദേ, ഞാനും അവിടെ ഉണ്ടായിരുന്നതാ. സത്യങ്ങളൊക്കെ സുനന്ദ എന്നോട് പറഞ്ഞത് ഞാൻ CIയെ കേൾപ്പിച്ചതുവാ. ഇനി ഇവരുടെ മുന്നിൽ സുനന്ദ സത്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്ന് നിധി പറയുമ്പോൾ, സാറേ, ഈ പെൺകുട്ടി എൻ്റെ മോളെ പേടിപ്പിക്കുക സാറേ എന്ന് ധനയനും പറയുന്നുണ്ട്. ആരാരെയാ പേടിപ്പിക്കുന്നതെന്നൊക്കെ ഇപ്പം മനസ്സിലാവും കാരണവരെ എന്ന് പറഞ്ഞുകൊണ്ട് CI, എന്താ കുട്ടി, ആണോ അല്ലയോ ഏതെങ്കിലും ഒന്ന് പറ എന്ന് പറയുമ്പോൾ സുനന്ദയും തലയുയർത്തി ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നിധിക്കാകെ ആശ്വാസമാവുന്നുണ്ട്. ധനയനും ലളിതയും നാണക്കേടോടെ തല താഴ്ത്തി നിൽപ്പാണ്. ഇനി ആ റെക്കോർഡ് ഒന്ന് കേൾപ്പിച്ചേ എന്ന് CI പറയുമ്പോൾ നിധി വീണ്ടും റെക്കോർഡ് ഓൺ ആക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ശബ്ദമാണോ എന്ന് CI ചോദിക്കുമ്പോൾ, അതെ സാറേ എന്ന് സുനന്ദ മറുപടി പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതി, ആ പരാതിയിൽ ഒപ്പിട്ടത് നിങ്ങളാണോ എന്ന് CI ചോദിക്കുമ്പോൾ, അല്ല സാർ, അത് എൻ്റെ അച്ഛൻ എൻ്റെ ഒപ്പിട്ടതാ എന്ന് സുനന്ദ പറയുമ്പോഴേക്കും, സാറേ, എൻ്റെ മോള് പേടിച്ചിട്ട് നുണ പറയുന്നതാ എന്ന് സുനന്ദയുടെ അമ്മയും പറയുന്നുണ്ട്. മിണ്ടിപ്പോവരുത്, സകല എണ്ണത്തിനും ലോക്കപ്പിലിട്ട് ചവിട്ടി കൂട്ടും ഞാൻ. പോലീസിനോട് കള്ളം പറയുന്നോ എന്ന് ലളിതയോടായി പറഞ്ഞുകൊണ്ട്, കുട്ടി ഇന്ന് അങ്ങോട്ട് പോയിരുന്നോ എന്ന് സുനന്ദയോടായി ചോദിക്കുന്നുണ്ട്. പോയിരുന്നു സാർ എന്ന് സുനന്ദ മറുപടി പറയുമ്പോൾ, എന്തിനാ പോയത് എന്ന് CI ചോദിക്കുമ്പോൾ, എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ് സാർ. ഇവിടെ എനിക്ക് വേറെ കല്യാണം നിശ്ചയിച്ചു, അതെനിക്ക് ഇഷ്ടമല്ല. ആ സങ്കടം ഒന്ന് പറയാൻ പോയതാ. സുഭാഷ് ഏട്ടൻ വിളിച്ചിട്ട് പോയതല്ല ഞാൻ. സുഭാഷ് ഏട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഈ കേസൊക്കെ അച്ഛനും അമ്മയും മാമനും കൂടി ഉണ്ടാക്കിയതാ എന്ന് സുനന്ദ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തു പറയുന്നു എന്ന് CI ചോദിക്കുമ്പോൾ, അത് സാർ, അവളുടെ മാനസിക നില ശരിയല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നതാ എന്ന് ലളിതയും പറയുന്നുണ്ട്. ഇനിയും നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ മാനസിക നില ശരിയല്ല എന്നും പറഞ്ഞ് ഞാൻ കേസെടുക്കും. എന്താ, അത് വേണോ? നിങ്ങൾ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സത്യങ്ങളൊക്കെ ഈ കുട്ടി തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചാൽ ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ധനയനോടായി, നിങ്ങളല്ലേ ഈ പരാതിയിൽ കള്ളൊപ്പിട്ടത്,
വാ ബാക്കി സ്റ്റേഷനിൽ പോയി സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ധനയനെയും കൂട്ടി പോലീസുകാർ ജീപ്പിൽ കയറുമ്പോഴേക്കും അയ്യോ സാറേ, എന്റെ ധനയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ധനയേട്ടനെ കൊണ്ടുപോകല്ലേ സാറേ എന്ന് പറഞ്ഞ് ലളിതയും അവരുടെ പുറകെ പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സുനന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളും